ബാർക്കോഴ കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. രമേശ് ചെന്നിത്തല, കെ ബാബു, ജോസ് കെ മാണി, VS ശിവകുമാർ എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്ന ഹർജിയാണ് തള്ളിയത്. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ. ആർക്കെ ഇതിൽ തെളിവില്ല, ആരോപണം മാത്രമേ ഉള്ളൂ എന്നതാണോ കോടതി നടപടി കാരണം? ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി ഉണ്ടായിരുന്നു ഹാഷ്മി. ഇതിൽ CBI സത്യവാങ്മൂലം നൽകിയിരുന്നു. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന ഒരു സത്യവാങ്മൂലമായിരുന്നു CBI നൽകിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു എന്നും അത് അന്വേഷിക്കപ്പെടേണ്ട ഒന്നാണ് എന്നും CBI നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സത്യവാങ്മൂലം കൂടി നിലനിൽക്കുകയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതികൾ തങ്ങളെ ഈ കേസിൽ തളച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു എന്ന വാദം ഉയർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെളിവില്ല. ഒരു സംഘടനാ പ്രസിഡന്റ് അദ്ദേഹം ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതിനെ മാത്രം മുൻനിർത്തി തങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തകരായ തങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അടക്കമുള്ളവ വിവരിച്ചു. ഇതടക്കം സ്വീകരിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. PL ജേക്കബ് എന്ന പൊതുപ്രവർത്തകൻ പ്രശാന്ത് ഭൂഷൺ എന്ന അഭിഭാഷകൻ വഴിയാണ്, മുതിർന്ന അഭിഭാഷകൻ വഴിയാണ് ഈ കേസ് നൽകിയത്. പ്രശാന്ത് ഭൂഷൺ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ വളരെ ശക്തവും ഈ അഴിമതി നിർമ്മാർജ്ജനത്തിന് ഈ കേസ് അന്വേഷിക്കേണ്ടത് അനിവാര്യവുമാണ് എന്ന വാദമാണ് ഉയർത്തിയത്. പക്ഷേ ജസ്റ്റിസ് MM സുന്ദരേശ്, പങ്കജ് മിത്തൽ MM സുന്ദരേശൻ, പങ്കജ് മിത്തലും അംഗങ്ങളായിട്ടുള്ള ബെഞ്ച് ഇത് അംഗീകരിച്ചില്ല. ഈ ഹർജി തള്ളുകയായിരുന്നു. ഓക്കെ, ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അലിത്തുണ്ടിയിൽ പറയുന്നു, ആ പയ്യനെ കല്യാണശേഷം പെണ്ണിനെ കൂട്ടി ഊട്ടിപ്പോയ പോരായിരുന്നു, വെറുതെ അമ്മയെ വിഷമിപ്പിക്കാൻ. അമ്മയുടെ വാക്ക് കേട്ട എൻ്റെയും കണ്ണു നിറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ സങ്കടം തോന്നി. എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പം നമ്മോട് ഒന്ന് കരഞ്ഞ് സംസാരിച്ചെങ്കിലും വിഷ്ണുത്തെ വീട്ടിൽ ഒന്ന് നല്ല പിച്ചു കൊടുക്കും, ഒക്കെ ഒരു തർക്കമില്ല. മാത്രമല്ല മറ്റേ കല്യാണം ഉറപ്പിച്ച ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒക്കെ വിഷമമുണ്ട്. എന്തായാലും ഇതിലൊക്കെ ചോദ്യങ്ങൾക്കൊക്കെ മുമ്പ് അമ്മയുടെ അടുത്തേക്ക് മകൻ സുരക്ഷിതനായി എത്തുക എന്നുള്ളതാണ്. അത് അല്പസമയം എത്തിയതിനു ശേഷം ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം.